അപ്പൊ ഇപ്പോൾ സാറിന്റെ മെയിൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു വർഷം ശരിക്കും തുടങ്ങിയിട്ടുള്ളൂ. ഫിനാൻഷ്യൽ ഇയർ അല്ലാതെ നമ്മളിപ്പോൾ 2026 തുടങ്ങിയിട്ടുള്ളൂ. എന്താണ് ഇനിയിപ്പോൾ ഈ ഒരു അടുത്തൊരു ഈ വർഷം ആകുമ്പോഴേക്കും കേരളത്തിലെ ഒരു മാറ്റം എന്തായിരിക്കും ഇനിയിപ്പോൾ ഈ MSME ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്ന എന്താണ്? MSME മേഖലയിൽ ഇപ്പോൾ നമ്മളുടെ ഇൻഡസ് ഗ്രോ എന്ന NGOയ്ക്ക് ഇപ്പോൾ 470 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 10 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളവരുണ്ട്, 1.5 കോടി ടേൺ ഓവർ ഉള്ളവരുണ്ട്, 12 കോടി ടേൺ ഓവർ ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി മെമ്പേഴ്സ് വന്നാൽ ഒരു മിനിമം 1 കോടി ടേൺ ഓവറുള്ള ഒരു 100 പേരെങ്കിലും നമ്മുടെ ട്രെയിനിങ്ങിലൂടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ NGOയുടെ ഒരു ഫോക്കസ്. നമുക്ക് 4 കേന്ദ്രങ്ങളിൽ അതിൻ്റെ കൃത്യമായ യൂണിറ്റും ട്രെയിനിങ്ങുകളും മന്ത്ലി ട്രെയിനിങ്ങുകളും നടന്നു വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഹസിൽ ഫ്രീ ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷനോ ഈ ബാങ്ക് അക്കൗണ്ട് തുടങ്ങലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യം ഒരു പാൻ കാർഡും ഒരു ആധാറും ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന് കേരളത്തിൽ തുടങ്ങാൻ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉൾപ്പെടെ ഏതാണ്ട് 42ഓളം ലൈസൻസുകളും ഈ ചവിട്ടുപടികളും ഉണ്ട്. എല്ലാവർക്കും എല്ലാം ആവശ്യമാണെന്നില്ല. അതെല്ലാ കാര്യം ബ്രാൻഡിങ് ഉൾപ്പെടെ നമുക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ ആളുകൾ ഈ ഇൻഡസ് ഗ്രോയിലെ മെമ്പേഴ്സ് തന്നെ സർവീസ് സെക്ടറിലുള്ളവരുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയാണ്. അതെ പ്രതീക്ഷയാണ്. അപ്പം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് തന്നെ. ശരി, എന്തായാലും താങ്ക് യു. സന്തോഷം.